നമസ്കാരം, ടെക്കി ക്വിസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നാളെ നടക്കാൻ പോകുന്ന 10th പ്രിലിം സ്റ്റേജ് 2 ചോദിക്കാൻ സാധ്യതയില്ല കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, 2024 ഒക്ടോബറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ വനിതാ ജിംനാസ്റ്റിക് താരം ആരാണ്? ദീപ കർമാക്കർ. 2024 ഒക്ടോബറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ദീപ കർമാക്കറാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ വനിതാ ജിംനാസ്റ്റിക് താരമാണ് ദീപ കർമാക്കർ. അടുത്ത ചോദ്യം, ബാങ്ക് ഓഫ് ബറോഡയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത്. ഭൂജല സ്രോതസ്സുകളുടെ വിവരശേഖരണത്തിനായി അവതരിപ്പിച്ച മൊബൈൽ ആപ്പ് ഏതാണ്? നീരറിവ് മൊബൈൽ ആപ്പ്. നാഷണൽ ഹൈഡ്രോളജി പ്രൊജക്ടിന്റെ ഭാഗമായി കുടുംബശ്രീയുടെ സഹകരണത്തോടെയാണ് വിവരശേഖരണം നടത്തുന്നത്. അപ്പോൾ ഭൂജല സ്രോതസ്സുകളുടെ വിവരശേഖരണത്തിനായി അവതരിപ്പിച്ച മൊബൈൽ ആപ്പാണ് നീരറിവ് മൊബൈൽ ആപ്പ്. ഇത് നാഷണൽ ഹൈഡ്രോളജി പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് കുടുംബശ്രീയുടെ സഹകരണത്തോടെയാണ് വിവരശേഖരണം നടത്തുന്നത്. അടുത്ത ചോദ്യം, നിഹോൻ ഹിഡാൻകയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതല്ല? ഒന്നാമത്തെ പ്രസ്താവന, 2024 സമാധാന നോബൽ പുരസ്കാരം ലഭിച്ച സംഘടന. 2, ജപ്പാനിലെ നാഗസാക്കി ഹിരോഷിമ അണുബോംബ് സ്ഫോടനം അതിജീവിച്ചവരുടെ കൂട്ടായ്മയാണ് ഇത്. 3, 1956 സ്ഥാപിതമായ ഈ സംഘടന ഹിബാകുഷ എന്നും അറിയപ്പെടുന്നു. അതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 1, 2 ശരി, 3 തെറ്റ്, 2, 3 ശരിയാണ്, സി എല്ലാം ശരിയാണ്, ഡി 1, 3 ശരിയാണ്. അപ്പോൾ ഇതിലേതാ ഓപ്ഷൻ വരിക? എല്ലാം ശരിയാണ് എന്നുള്ള ഓപ്ഷനാണ് വരുന്നത്. ഇത് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ശരിയാണ്. നിഹോൻ ഹിഡാൻക്യോ എന്ന സംഘടനയ്ക്കാണ് ഈ പ്രാവശ്യത്തെ നോബൽ പ്രൈസ് സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഇത് ജപ്പാനിലെ നാഗസാക്കി ഹിരോഷിമ അണുബോംബ് സ്ഫോടനം അതിജീവിച്ചവരുടെ കൂട്ടായ്മയാണ്. ഈ സംഘടന സ്ഥാപിതമായത് 1956 ഈ സംഘടന ഹിബാകുഷ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യത്തെ വിക്കറ്റ് കീപ്പർ ആര്? അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ആരാണ്? സഞ്ജു സാംസൺ. മലയാളിയായ സഞ്ജു സാംസൺ ആണ് അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ. സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്നത് ആരാണ്? ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് 51ാമത് ചീഫ് ജസ്റ്റിസായിട്ട് നിയമിതനാകുന്നത്. ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. അടുത്ത ചോദ്യം, ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായത് ആരാണ്? വിജയ കിഷോർ രഹത്കർ ആണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായത്. വിജയ കിഷോർ രഹത്കർ ആണ് ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിട്ട് നിയമിതയായ വ്യക്തി. ദേശീയ വനിതാ കമ്മീഷന്റെ 9ാമത് അധ്യക്ഷയാണ് വിജയ കിഷോർ രഹത്കർ. അടുത്ത ചോദ്യം, 2024 ഒക്ടോബറിൽ അന്തരിച്ച നരിപ്പറ്റ നാരായണൻ നമ്പൂതിരി ഏതു മേഖലയിലാണ് പ്രശസ്തനായത്? കഥകളി കലാകാരനാണ് നരിപ്പറ്റ നാരായണൻ നമ്പൂതിരി. അദ്ദേഹം 2024 ഒക്ടോബറിലാണ് അന്തരിച്ചത്. 2024 സ്കൂൾ യുവജനോത്സവത്തിലെ മത്സര ഇനമായി തിരഞ്ഞെടുക്കപ്പെട്ട മംഗലം കളി ഏത് വിഭാഗത്തിന്റെ അനുഷ്ഠാന കലയാണ്? മാവിലൻ വിഭാഗത്തിന്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ ദളിത് വിഭാഗമായ മാവിലൻ സമുദായത്തിന്റെ അനുഷ്ഠാന നൃത്തമാണ് മംഗലം കളി. മംഗലം കളി എന്നുള്ളത് ഇതുവരെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ഉണ്ടായിരുന്നില്ല. മംഗലം കളി ഈ വർഷമാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മാവിലൻ എന്ന കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുള്ള ദളിത് വിഭാഗമായ മാവിലൻ സമുദായത്തിൻ്റെ അനുഷ്ഠാന നൃത്തമാണ് മംഗലം കളി. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവം നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമായ UPI നടപ്പിലാക്കുന്ന രാജ്യം ഏത്? മാലിദ്വീപ്. മാലിദ്വീപാണ് ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമായ UPI നടപ്പിലാക്കുന്ന രാജ്യം. ഇന്ത്യയുടെ ഏത് അയൽ രാജ്യമാണ് ഇന്ത്യയുടെ റൂപേ കാർഡ് പുറത്തിറക്കിയത്? മാലിദ്വീപ്. ഇന്ത്യയുടെ റൂപേ കാർഡ് പുറത്തിറക്കിയ അയൽ രാജ്യമാണ് മാലിദ്വീപ്. അടുത്ത ചോദ്യം, കേരള ട്രൈബൽ പ്ലസ് പദ്ധതി വിജയകരമായി പൂർത്തിയാക്കിയതിന് മഹാത്മാ ഗോത്ര സമൃദ്ധി പുരസ്കാരം ലഭിച്ച കേരളത്തിലെ പഞ്ചായത്തുകൾ ഏതെല്ലാം? 1ാം സമ്മാനം ലഭിച്ചത് അഗളി പഞ്ചായത്തിനും പാലക്കാട് ജില്ലയിലെ അഗളി പഞ്ചായത്തിനും, 2ാം സമ്മാനം പാലക്കാട് ജില്ലയിലെ പുത്തൂർ പഞ്ചായത്തിനും, 3ാം സമ്മാനം കണ്ണൂർ ജില്ലയിലെ ആറളം പഞ്ചായത്തിനുമാണ് ലഭിച്ചത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കീഴിൽ പട്ടികവർഗ കുടുംബങ്ങൾക്കായി നടപ്പാക്കുന്ന പദ്ധതിയാണ് കേരള ട്രൈബൽ പ്ലസ്. കേന്ദ്ര സർക്കാർ അനുവദിച്ച 100 തൊഴിൽ ദിനങ്ങൾക്ക് പുറമെ സംസ്ഥാനത്തെ പട്ടികവർഗ കുടുംബങ്ങൾക്ക് 100 തൊഴിൽ ദിനങ്ങൾ കൂടി അധികം അനുവദിക്കുന്ന പദ്ധതിയാണ് കേരള ട്രൈബൽ പ്ലസ്. അതായത് മൊത്തം 200 തൊഴിൽ ദിനങ്ങൾ പട്ടികവർഗക്കാർക്ക് നൽകുന്ന പദ്ധതിയാണ് കേരള ട്രൈബൽ പ്ലസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് കിട്ടിയത് അഗളി പഞ്ചായത്തിനും, 2ാം സമ്മാനം പുത്തൂർ പഞ്ചായത്തിനും, 3ാം സമ്മാനം ആറളം പഞ്ചായത്തിനുമാണ് ലഭിച്ചിരിക്കുന്നത്.
അടുത്ത ചോദ്യം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലെ നവീകരണവും സഹകരണവും വളർച്ചയും ലക്ഷ്യമിട്ട് കേരളത്തിലെ ആദ്യ റോബോട്ടിക് പാർക്ക് സ്ഥാപിതമാകുന്ന ജില്ല ഏതാണ്? തൃശ്ശൂർ. തൃശ്ശൂർ ജില്ലയിലാണ് ആദ്യത്തെ റോബോട്ടിക് പാർക്ക് സ്ഥാപിതമാകുന്നത്. 2024 ഒക്ടോബറിൽ കേരളത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത് പ്രണബ് ജ്യോതിനാഥ്. പ്രണബ് ജ്യോതിനാഥാണ് 2024 ഒക്ടോബറിൽ കേരളത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല ഏത്? എറണാകുളം. എറണാകുളം ജില്ലയാണ് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല. കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിൻ്റെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഒമർ അബ്ദുള്ള. ഒമർ അബ്ദുള്ളയാണ് ജമ്മു കാശ്മീരിൻ്റെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 11ാമത് OV വിജയൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കുഴൂർ വിൽസൺ. കുഴൂർ വിൽസനാണ് 11ാമത് OV വിജയൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഇന്ന് ഞാൻ നാളെ നീയാൻ്റപ്പൻ എന്ന കൃതിക്കാണ് പുരസ്കാരം. കേരളത്തിലെ 3ാമത്തെ അന്താരാഷ്ട്ര തുറമുഖം സ്ഥാപിക്കുന്നത് എവിടെ? അഴീക്കൽ. കണ്ണൂർ ജില്ലയിലെ അഴീക്കലിലാണ് കേരളത്തിലെ 3ാമത്തെ അന്താരാഷ്ട്ര തുറമുഖം സ്ഥാപിക്കുന്നത്. അടുത്ത ചോദ്യം, 2024 ഒക്ടോബറിൽ തിരുവനന്തപുരത്ത് സ്ഥിരീകരിക്കപ്പെട്ട രോഗം ഏതാണ്? മ്യൂറിൻ ടൈഫസ്. മ്യൂറിൻ ടൈഫസ് എന്നൊരു രോഗമാണ് 2024 ഒക്ടോബറിൽ തിരുവനന്തപുരത്ത് സ്ഥിരീകരിക്കപ്പെട്ടത്. രാജ്യത്ത് അപൂർവമായി കാണപ്പെടുന്ന ബാക്ടീരിയൽ രോഗമാണ് മ്യൂറിൻ ടൈഫസ്. റിക്കറ്റ്സിയ ടൈഫി എന്ന ബാക്ടീരിയയാണ് രോഗകാരി. US-ന്റെ 47ാമത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് ട്രംപാണ് US-ന്റെ 47ാമത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായി എഴുത്തച്ഛൻ പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? NS മാധവന്. NS മാധവനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, കേരള ജ്യോതി പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? പ്രൊഫസർ MK സാനു. 2024 കേരള ജ്യോതി പുരസ്കാരം പ്രൊഫസർ MK സാനുവിനാണ് ലഭിച്ചത്. 2024 കേരളപ്രഭ പുരസ്കാര ജേതാക്കൾ ആരെല്ലാം? ഡോക്ടർ S സോമനാഥ് ISRO സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിനും ഭുവനേശ്വരി കാർഷിക രംഗത്തിനും. ഡോക്ടർ S സോമനാഥ്, ഭുവനേശ്വരി എന്നിവർക്കാണ് 2024 കേരളപ്രഭ പുരസ്കാരങ്ങൾ. 2024 കേരളശ്രീ പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാം? 6 പേർക്കാണ് കേരളശ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. കലാമണ്ഡലം വിമല മേനോൻ, ഡോക്ടർ TK ജയകുമാർ, നാരായണ ഭട്ടത്തിരി, സഞ്ജു സാംസൺ, ഷൈജ ബേബി എന്നിവർക്കാണ് 2024 കേരളശ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ പേരുകൾ ഓർത്ത് വയ്ക്കുക. കലാമണ്ഡലം വിമല മേനോൻ, ഡോക്ടർ TK ജയകുമാർ, നാരായണ ഭട്ടത്തിരി, സഞ്ജു സാംസൺ, ഷൈജ ബേബി, VK മാത്യൂസ് എന്നിവർക്കാണ് കേരളശ്രീ പുരസ്കാരങ്ങൾ. ഈ പുരസ്കാരങ്ങളെക്കുറിച്ചുള്ള ചോദ്യം കഴിഞ്ഞ സ്റ്റേജ് 1 എക്സാമിന് വന്നിരുന്നു. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. കേരളശ്രീ, കേരള ജ്യോതി, കേരളപ്രഭ പുരസ്കാരങ്ങളെക്കുറിച്ച് ഓർത്ത് വയ്ക്കുക. അപ്പോൾ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ MK സാനു. അപ്പോൾ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ MK സാനുവിനും കേരളപ്രഭ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ S സോമനാഥ്, ഭുവനേശ്വരി എന്നിവർക്കും. കേരളശ്രീ പുരസ്കാരങ്ങൾ ലഭിച്ചത് കലാമണ്ഡലം വിമല മേനോൻ, ഡോക്ടർ TK ജയകുമാർ, നാരായണ ഭട്ടത്തിരി, സഞ്ജു സാംസൺ, ഷൈജ ബേബി, VK മാത്യൂസ് എന്നിവർക്കുമാണ്. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ സന്തോഷ സൂചിക ഉയർത്തുന്നതിന് കുടുംബശ്രീ മുഖേന സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഹാപ്പിനെസ് സെൻറ്റർ. ഹാപ്പിനെസ് സെൻറ്റർ എന്ന പദ്ധതിയാണ് കേരളത്തിൻ്റെ സന്തോഷ സൂചിക ഉയർത്തുന്നതിന് കുടുംബശ്രീ മുഖേന സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതി. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളുടെയും കോളേജുകളുടെയും സേവനങ്ങളും പ്രവർത്തനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായുള്ള സോഫ്റ്റ്വെയറാണ് കീറീപ്പ്. സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളുടെയും കോളേജുകളുടെയും സേവനങ്ങളും പ്രവർത്തനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായുള്ള സോഫ്റ്റ്വെയറാണ് കീറീപ്പ്. അടുത്ത ചോദ്യം, കുമാരനാശാൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി അവനിവാഴ് കിനാവ് എന്ന നോവൽ രചിച്ചത് ആരാണ്? പെരുമ്പടവൻ ശ്രീധരൻ. കുമാരനാശാൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ട് അവനിവാഴ് കിനാവ് എന്ന നോവൽ രചിച്ചത് പെരുമ്പടവൻ ശ്രീധരനാണ്. തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കി. തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി. അടുത്ത ചോദ്യം, സ്പേസ് എക്സുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് ഏതാണ്? Hex20. സ്പേസ് എക്സുമായി കേരളത്തിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പാണ് Hex20. iPhone 16 ഉപയോഗവും വിൽപ്പനയും നിരോധിച്ച രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ. iPhone 16 ഉപയോഗവും വിൽപ്പനയും നിരോധിച്ച രാജ്യമാണ് ഇന്തോനേഷ്യ. അപ്പോൾ 30 ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലേതെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തായാലും നാളത്തെ എക്സാമിന് ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. ഓക്കെ, താങ്ക് യു.